ഒരു സിനിമയുടെ സെക്കൻഡ് ഹാഫ് ആദ്യം പ്രദർശിപ്പിക്കുക. 1 മണിക്കൂർ കൊണ്ട് സിനിമ തീർന്നപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാതെ പ്രേക്ഷകർ. വടക്കൻ പറവൂരിലെ ഒരു തിയേറ്ററിലാണ് സംഭവം. ഒടുവിൽ പ്രേക്ഷകർ വയലന്റ് ആയപ്പോൾ രക്ഷിച്ചതാകട്ടെ ദേശീയഗാനവും. തനിക്ക് ലഭിച്ച ഒരു ഫോർവേഡ് മെസ്സേജ് പോസ്റ്റ് ചെയ്തുകൊണ്ട് സംവിധായകൻ സജിൻ ബാബുവാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ: ദേശീയഗാനത്തിന്റെ പവർ എന്താണെന്ന് ആർക്കും മനസ്സിലായില്ലെങ്കിലും വടക്കൻ പറവൂരിലെ ചിത്രാഞ്ജലി സിനിമാ തിയേറ്ററിന്റെ മാനേജർക്ക് ഇന്ന് മനസ്സിലായി കാണണം. ഇന്ന് ജോമോന്റെ സുവിശേഷങ്ങൾ ഫസ്റ്റ് ഷോ തന്നെ കാണാൻ നിറയെ DQ ഫാൻസ് ആയിരുന്നു തിയേറ്ററിൽ. ഫസ്റ്റ് ഷോ കൃത്യസമയത്ത് തന്നെ തുടങ്ങി. DQവിന്റെ കിടിലൻ എൻട്രി പ്രതീക്ഷിച്ചിരുന്ന ഫാൻസിന് അത് ഫീൽ ചെയ്തില്ലെങ്കിലും കയ്യിൽ കരുതിയിരുന്ന പേപ്പർ കഷ്ണങ്ങളും പൂക്കളും ആർപ്പുവിളികളോടെ സ്ക്രീനിലേക്ക് എറിഞ്ഞ് അവർ ആഘോഷിച്ചു. പടം പുരോഗമിക്കുന്തോറും എല്ലാവർക്കും ഒരു പന്തികേട് ഫീൽ ചെയ്തു തുടങ്ങി. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ സിനിമയും കഴിഞ്ഞ് സ്ക്രീനിൽ നന്ദിയും എഴുതി കാട്ടി. പടം കണ്ടവരൊക്കെ ഇതെന്ത് പടം എന്നാലോചിച്ച് തിയേറ്ററിൽ ഇരിക്കുമ്പോൾ കുറച്ച് ഫാൻസുകാർക്ക് സംശയം. പടത്തിന്റെ പേരും മറ്റ് വിവരങ്ങളുമൊക്കെ എഴുതി കാണിച്ചതുമില്ല. ഹിറ്റായ പാട്ടുകളും കാണിക്കാതെ പടം തീർന്നത് എങ്ങനെയാണ്? സെക്കൻഡ് പാർട്ട് തെറ്റി ആദ്യം വിട്ടതാണെന്ന് മിക്കവർക്കും മനസ്സിലായത് അപ്പോഴാണ്. കുറെ പേർ വേഗം മാനേജറുടെ ക്യാബിനിലേക്ക് ഓടിച്ചെന്നപ്പോൾ മാനേജറുടെ ക്യാബിൻ പുറത്തുനിന്ന് ലോക്ക് ചെയ്തേക്കുന്നു. വേഗം പ്രൊജക്ടർ ഓപ്പറേറ്ററുടെ റൂമിൽ ചെന്നപ്പോൾ ഓപ്പറേറ്ററുടെ മുഖത്ത് ചോരമയമില്ല. പേടിച്ച് വിളറിയിരിക്കുന്ന അയാളുടെ മുഖം. സംഭവം തെറ്റുപറ്റിപ്പോയെന്ന് തിയേറ്ററുകാർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. വന്നവരോട് ക്ഷമ പറഞ്ഞു. ഫസ്റ്റ് പാർട്ട് ഇപ്പോൾ തന്നെ ഇടാമെന്ന് വേഗം തീരുമാനിച്ചു. അപ്പോഴേക്കും തിയേറ്റർ മൊത്തം ബഹളമായി. തെറിപ്പാട്ടും ഒച്ചപ്പാടുമായി DQ ഫാൻസും കാണികളും. തിയേറ്ററിന്റെ അകത്ത് കാര്യങ്ങൾ മൊത്തം കൈവിട്ടു പോകുന്ന പോലെ വല്ലാത്തൊരു അന്തരീക്ഷമായി. പെട്ടെന്ന് ആരുടെയോ ബുദ്ധി അനുസരിച്ച് തിയേറ്ററിൽ ദേശീയഗാനം പ്ലേ ചെയ്തു. തകർത്ത് പെയ്യുന്ന പേമാരിയും കൊടുങ്കാറ്റും പെട്ടെന്ന് നിന്ന പോലൊരു അന്തരീക്ഷമായി തിയേറ്റർ. സകല കാണികളും നിശബ്ദരായി എഴുന്നേറ്റിരുന്നു. അതിന്റെ തൊട്ടുപുറകെ ഒട്ടും സമയം കളയാതെ പടവും തുടങ്ങി. അത്ര നേരം ബഹളമായിരുന്ന കാണികൾ പെട്ടെന്ന് തന്നെ പടം ആസ്വദിച്ചും തുടങ്ങി. സിനിമാ തിയേറ്ററിൽ ദേശീയഗാനം നിർബന്ധമാക്കിയതുകൊണ്ട് ഇങ്ങനെയും ഒരു ഗുണം കൂടി ഉണ്ടാകുമെന്ന് ആ തിയേറ്റർ മാനേജർ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല. സജിൻ ബാബു പറഞ്ഞു. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.